ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കിഴങ്ങ് വെച്ചിട്ട് എങ്ങനെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വല്ലുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി 3 ഇല്ലി നീളത്തിന് അരിഞ്ഞു വെച്ചതാണ്, ചെറുള്ളി ഒരു 5 എണ്ണം നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം. മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വല്ലുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ച വല്ലുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഉള്ളി ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ കിഴങ്ങ് വേവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കിഴങ്ങൊക്കെ നന്നായി വെന്ത് വരട്ടെ. അതോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഒരു 25 മിനിറ്റ് നമ്മൾ നന്നായി അടച്ചു വെച്ച് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് വന്നു. ഇപ്പൊ നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.